ഹലോ ഗായ്സ്, അങ്ങനെ ഏഷ്യാനെറ്റിൻ്റെ പുതിയ പ്രൊമോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. പുതിയ പ്രൊമോയിൽ ലാലേട്ടൻ ആരെയൊക്കെയാണ് പൊരിക്കുന്നത്? എനിക്ക് തോന്നുന്നു എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും അനുവിൻ്റെ ഒരു ഫ്രൈ ആണ് കേട്ടോ, അനൂസ് ഫ്രൈ. അതുപോലെ തന്നെ ഈ പ്രാവശ്യം അനൂസ് ഫ്രൈ മാത്രമല്ല, അനു പൊരിച്ചതും അതുപോലെ തന്നെ അനീഷ് വറുത്തതും രണ്ടുപേരെയും പൊരിക്കുകയും വറുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ലാലേട്ടൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും പി ആറുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ പി ആറുമായിട്ട് ബന്ധപ്പെട്ട PR പറഞ്ഞത് ബിന്നിയാണ് PR കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അവിടെ ഒരു മോർണിംഗ് ടാസ്കിൽ പറഞ്ഞു. അത് കൊളാക്കി പ്രശ്നമായി. അപ്പോൾ PR കൊടുത്ത് എന്താണ്, അപ്പോൾ PR ഞാൻ വില പറയണോ, എത്ര രൂപയ്ക്കാണ് കൊടുത്തത് എന്നൊക്കെ പറയണമെന്നൊക്കെ ചോദിച്ചു ബിന്നി കുറേച്ച് സംസാരിച്ചു. അപ്പോൾ 16 ലക്ഷം രൂപയ്ക്ക് കൊടുത്തു, നീ എന്നോടത് പറഞ്ഞതാണ്, ഇന്ന മരത്തിൻ്റെ ചുവട്ടിലങ്ങാണ്ട് ഇരുന്ന് പറഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആയിട്ട് സംസാരമുണ്ടായി. ലാസ്റ്റ് അനിമോൾ അത് സമ്മതിച്ചു. PR കൊടുത്തിട്ടുണ്ട്, 16 ലക്ഷത്തിനൊന്നുമില്ല. അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിൽ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാളിനെ അവസാനം ഏൽപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള മറ്റുള്ളവരുടെ അഭിപ്രായം കൊണ്ട് ഞാൻ അങ്ങനെ PR കൊടുത്താണെന്ന് അനിമോൾ സമ്മതിക്കുകയും ചെയ്തു. PR എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥം പറഞ്ഞ ഒരു ബൂസ്റ്റപ്പ് അല്ലേ? PRനെ എങ്ങനെ നോട്ട് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. PR വെച്ചിട്ട് അവർ ഇപ്പോൾ PR വർക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ഇൻസ്റ്റാ പേജുകളൊക്കെ ഉണ്ടാക്കി അതുവഴി ഇവരുടെ പിക്സ് എടുത്ത് വെച്ചിട്ട് ബൂസ്റ്റ് ചെയ്യുമായിരിക്കും. ഇവരുടെ റീൽസായിട്ടും അങ്ങനെയൊക്കെ ഇവരെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി, എനിക്ക് തോന്നുന്നു അതായിരിക്കും PR വർക്കെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോഴത്തേക്കും അപ്പോൾ അത് പിന്നീട് പല തലത്തിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അത് തലത്തിലേക്ക് പോയി. പിന്നെ അനീഷ് നിലം വിറ്റ് പാടം വിറ്റങ്ങാണ്ട് PRന് കൊടുത്തു എന്നുള്ള അവിടെ അലിഗേഷൻ ഷാനവാസ് ഉന്നയിച്ചു. അനീഷ് അത് ക്യാമറയിൽ ചെന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നൊരു കാര്യം ചെയ്തിട്ടില്ല, എൻ്റെ നാട്ടിൽ പോയിട്ട് നിങ്ങൾ ബിഗ് ബോസ് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ ഹൃദയഭേദകമായിട്ട് അനീഷ് ക്യാമറയുടെ മുന്നിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു കൂലങ്കുഷമായ ചർച്ചയായിരുന്നു ഈ PR എന്ന് പറഞ്ഞാൽ. ഈ ഹൗസിലുള്ള ചർച്ച തീർച്ചയായിട്ടും പുറത്തും ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് ഇവിടെ പുറത്തുമുണ്ടായി. PRും അങ്ങോട്ടും ഇങ്ങോട്ടും PRകൾ തമ്മിലടി ഫാൻസടി. നമ്മളൊരാളിനെ അല്ലെങ്കിൽ തന്നെ നമ്മളൊരാളിനെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഗെയിം ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയും അവൾ PR ആണ്, അവൻ PR ആണ്, മറ്റൊരു PR ആണ്. എന്തരടേ ഇത്? PR എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലാലേട്ടനാണ് ഈ നാട്ടിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ PR ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ലെങ്കിൽ മമ്മൂക്കയായിരിക്കും. ഇവർക്കൊക്കെ ഇഷ്ടംപോലെ PR ഉണ്ടാവും. കാരണം ഇവരൊക്കെയാണ് കറക്റ്റായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. പിന്നെ നമ്മൾ PR എന്ന് പറയുന്നത് കേൾക്കുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിനെയാണ് കേട്ടോ. നമ്മുടെ ഇപ്പം നമ്മൾ ഭരിക്കുന്ന സർക്കാരുകൾ PR വർക്ക് കൊണ്ടാണ് കോവിഡ് സമയത്തും അതുപോലെ തന്നെ നിപ്പായൊക്കെ വന്ന സമയത്തും PR വർക്ക് ചെയ്ത് പിന്നെ അവിടെ ലോകം മുഴുവൻ ഇവർ വലിയ സംഭവമാണ്, ആരോഗ്യമേഖല ലോകം മുഴുവൻ വലിയ സംഭവമാണെന്നൊക്കെ വരുത്തി തീർക്കാൻ കുറേ PR ഏജൻസികളെ വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ള PR. ബിഗ് ബോസ് ഹൗസിലേക്ക് ഇത്രയും ലക്ഷം രൂപ കൊടുത്തൊക്കെ PRൻ്റെ ആവശ്യകത ഉണ്ടോ? കാരണം ഇത്രയും ലക്ഷം രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തിരിച്ചു കിട്ടുമോ? നമ്മൾ അടുത്ത ഫസ്റ്റ് വീക്കിൽ പോയി ഔട്ടായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എടുത്ത് കാശ് കൊടുക്കും. ഒന്നാമത്തെ കാര്യം നമുക്കൊരു 50 ലക്ഷം രൂപ കടമുണ്ടായിരിക്കും. അല്ലെങ്കിൽ വീട് വെച്ചതിന് 25 ലക്ഷം രൂപ 35 ലക്ഷം രൂപയെങ്കിലും കടമുണ്ടായിട്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ട് പോകാൻ പോണേ. അപ്പോൾ അതും കൊണ്ട് നമ്മൾ അതിനകത്തോട്ട് പോയിട്ട് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് വീക്ക് അങ്ങ് ഔട്ടാവുകയാണ്. നമുക്കിപ്പോൾ ഫസ്റ്റ് വീക്ക് അവിടെ ചെല്ലുമ്പോൾ ഇല്ല ആലീസ് വണ്ടർലാൻഡിൽ പോയ കണക്ക് നമ്മൾ അന്തം വിട്ട് പകച്ചൊക്കെ നിൽക്കും. ഫുഡും കാണത്തില്ല. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ആ പിള്ളേർക്ക് ഫുഡും ഉണ്ടായിരുന്നില്ല. ആർക്കും നമ്മളിപ്പോൾ ആരെയും കുറ്റം പറയില്ല. അവർക്ക് ഫുഡും ഉണ്ടായിരുന്നില്ല, വസ്ത്രവും ഇല്ലായിരുന്നു. ഈ ചുണ്ട് ചുമപ്പിക്കാതെ പോയ ലിപ് കളർ ചേർത്ത് പുരികമൊക്കെ വെച്ച് പിടിപ്പിച്ച് കൺപീലൊക്കെ വെച്ച് പിടിപ്പിച്ചാണല്ലോ മിക്കവാറും എല്ലാവരും പോയത്. അപ്പോൾ അങ്ങനെ അല്ലാത്തവർക്കൊക്കെ പണി കിട്ടി. സത്യം പറഞ്ഞാൽ ചുണ്ടൊക്കെ ഒരുമാതിരി സിഗരറ്റ് വലിച്ച് ബീഡി വലിച്ചിട്ട് പുകച്ച് നടക്കുന്ന ആൾക്കാരുടെ ചുണ്ട് പോലെ ആവും. നമ്മൾ ഒരു ദിവസം നമ്മൾ ലിപ്സ്റ്റിക്ക് സ്ഥിരമായിട്ട് തേക്കുന്ന ആൾക്കാർ ലിപ്സ്റ്റിക്ക് പിന്നെ ഇട്ടില്ലെങ്കിൽ ഒരുമാതിരി കറുത്ത് ഒരുമാതിരി ഇല്ല സിഗരറ്റും ഇതൊക്കെ വലിച്ച് വികൃതമെന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയായിരിക്കും ചുണ്ടൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചുണ്ടുകളൊക്കെയാണ് നമ്മൾ പല ആൾക്കാരെയും കണ്ടത്. അല്ലാതെ ചുണ്ട് ലിപ് കളറൊക്കെ ഇട്ട് പോയ ആൾക്കാർക്ക് നൂറ, ആദില, അനുമോൾ ഇവരൊക്കെ ലിപ് ഫില്ല് ചെയ്തിട്ട് പോയ ആൾക്കാരാണ്. അപ്പം അവർ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് സൗന്ദര്യം ഉണ്ടാക്കിയിട്ട് പോയ അവർക്കൊന്നും ഒരു മേക്കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ അനുമോൾ, ആദില, നൂറ, ബിന്നി ഇങ്ങനെയുള്ള അത്യാവശ്യം ആൾക്കാർ, ലക്ഷ്മിയൊക്കെ അങ്ങനെയാണ്. ലക്ഷ്മിയൊക്കെ പിന്നീട് കയറിയല്ലേ. അപ്പോൾ ആദ്യത്തെ വീക്കുകളിലൊക്കെ അല്ലാത്തവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരുമാതിരി ഒരു അവസ്ഥയിലായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് ബിഗ് ബോസ് ഹൗസ് കാണാൻ പോലും ഇഷ്ടമില്ലായിരുന്നു. 2 തുണി കൊടുത്ത് ആ തുണി ദിവസം നമ്മൾ കുളിക്കുന്നത് പോലും ഇവർക്ക് അറിയാൻ പറ്റില്ല. എല്ലാ ദിവസവും ആ തുണി തന്നെ മാറുന്നില്ല. നമ്മളൊരു കുളിക്കത്തുമില്ല, ജപിക്കത്തുമില്ല. ഇല്ല ഗോശ്രീ പാലത്തിൻ്റെയൊക്കെ കീഴിൽ നാടോടികൾ കിടക്കുമല്ലോ, അതേപോലെ ഒരു അവസ്ഥയായിരുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് കണ്ടാൽ നമുക്ക് നോക്കിയാൽ തോന്നുന്നതെന്ന് പറഞ്ഞാൽ അതായിരുന്നു അവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥയിലൊക്കെ പോയിട്ട് ജീവിക്കുന്ന ആൾക്കാർ അങ്ങനെ അത്രയും ബുദ്ധിമുട്ട് ജീവിക്കാൻ പോകുന്നവർ ഇത്രയും ലക്ഷം രൂപയൊക്കെ കൊടുത്ത് PR വർക്ക് ചെയ്തിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. കാരണം ഫസ്റ്റ് വീക്കിൽ തന്നെ ഔട്ടായാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഒരു ഇമ്പാക്റ്റ് കാണിക്കാൻ പറ്റത്തില്ല. ഈ ഔട്ടായി പോയി കഴിഞ്ഞാൽ ഈ ഇതും കൂടി കടമാവത്തില്ലേ?
കാരണം അവർക്ക് കേസ് കൊടുക്കാം. പിന്നെ ഈ എഗ്രിമെൻറ്റിന് എങ്ങനെ ആയിരിക്കും, ജയിച്ചെങ്കിലായിരിക്കും ചിലപ്പോൾ കാശ് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും മേ ബി, എനിക്ക് തോന്നി. എന്ത് കുന്തായാലും എന്തായാലും ലാലേട്ടൻ ഇവരെ നന്നായിട്ട് അനൂസ് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അനീഷ് പൊരിച്ചതുണ്ടോ എന്നറിയത്തില്ല. അനീഷിനെ എഴുന്നേപ്പിച്ച് നിർത്തുന്നുണ്ട്, അതുകൊണ്ട് ബിന്നി എഴുന്നേപ്പിച്ച് നിർത്തുന്നുണ്ട് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിനക്ക് ബിന്നിയാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതൊരു സൂചനയും കിട്ടിയിട്ടുണ്ട്. കാരണം എല്ലാ പോളിലും, എല്ലാ അൺഒഫീഷ്യലായിട്ടുള്ള എല്ലാ പോളിലും ബിന്നിക്കായിരുന്നു ഏറ്റവും കുറവ് സപ്പോർട്ട്. ബിന്നി, നിവിൻ, സാബുമാൻ ഇവർ 3 പേരുമാണ് ലാസ്റ്റിൽ നിന്നത്. അപ്പോൾ ഇവർ 3 പേരിൽ ആരെങ്കിലും പുറത്ത് പോകും എന്നുള്ളതാണ്. അപ്പോൾ ബിന്നിയാണ് പുറത്ത് പോയിരിക്കുന്നത് എന്നുള്ളൊരു റൂമർ വരുന്നുണ്ട്. ഹസ്ബൻഡ് പറഞ്ഞതായിട്ടുള്ള റൂമറാണ് വരുന്നത്. സത്യമാണോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ വായിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു വാക്ക് കിട്ടിയാൽ മതി. വെറും 100 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലായാലും ഇവർ ബൂട്ടിക്കാൻ എളുപ്പമാണ് കേട്ടോ. എൻ്റെ ചാനൽ 35,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലായിരുന്നു എൻ്റെ പഴയ ചാനൽ. കഴിഞ്ഞ വർഷം വരെ ഞാൻ റിവ്യൂ പറഞ്ഞതാണ്. അതിനകത്ത് റിവ്യൂ പറയാറില്ല, ഞാൻ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് റിവ്യൂ പറഞ്ഞത്. അതിന് പകുതി ആയപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഒരു ലൈവിൻ്റെ ഒരു 30 സെക്കൻഡിൻ്റെ ഒരു 4-5 വീഡിയോ എടുത്ത് ഇട്ടുപോയി. ആൾക്കാരൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഫോണിൽ പിടിച്ചിട്ട് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് ഫോണിൽ പിടിച്ചിട്ടാണ് ഇട്ടത്. എൻ്റെ ലാപ്ടോപ്പും കാണാൻ പറ്റും, അപ്പുറത്തിരിക്കുന്ന ചെടിയും കാണാൻ പറ്റും, അങ്ങനെ രീതിയിൽ ഇട്ടതാണ്. പക്ഷേ ഹോട്ട്സ്റ്റാറിൻ്റെ എംബ്ലം ഉണ്ടായതുകൊണ്ട്, ഏഷ്യാനെറ്റിൻ്റെ എംബ്ലം ഇതിൽ വന്നതുകൊണ്ട്, എംബ്ലം ഒന്നും വരാൻ പാടില്ല. ഏഷ്യാനെറ്റിൻ്റെ ഹോട്ട്സ്റ്റാറിൻ്റെ എംബ്ലം വന്നു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ അവർ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് അപ്പം തന്നെ ചാനൽ കട്ടാക്കി കളഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പീലിന് പോയില്ല. ഞാൻ എൻ്റെ വിവരക്കേടിന് നോട്ടീസ് അയച്ചു. വക്കീലല്ലേ, അപ്പോൾ നോട്ടീസ് പോയി അയച്ചു. നോട്ടീസ് അയച്ചപ്പോൾ അവരുടെ സാധനമാണല്ലോ നമ്മൾ എടുത്തിട്ടെ. കോപ്പിറൈറ്റ് അനുസരിച്ച് അത് ഭയങ്കരമായിട്ടുള്ള വയലേഷനാണ്. അപ്പോൾ പിന്നെ ഞാൻ നോട്ടീസ് അയച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ YT സ്റ്റുഡിയോയിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അറ്റൻഡൊക്കെ ചെയ്ത്, പക്ഷേ നമുക്ക് കംപ്ലീറ്റ് ഒന്നും ആക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അപ്പീൽ പോയില്ല. ഞാനൊരു റിട്ടേൺ നോട്ടീസ് അയച്ചു. നമ്മുടെ വോയിസ് ഉണ്ടായിരുന്നു, ഞാൻ ഇത് കണക്ക് വോയിസ് ഇട്ടിരുന്നതാണ്. പക്ഷേ അവരുടെ ഏഷ്യാനെറ്റിൻ്റെയും ഹോട്ട്സ്റ്റാറിൻ്റെ എംബ്ലം ഉണ്ടായിപ്പോയി. അതുകൊണ്ടാണ് സംഭവിച്ചത്. അങ്ങനെയാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നത്. പിന്നെ കൂടുതൽ പോട്ടെ എന്ന് വിചാരിച്ചു. 34,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന 2019 തൊട്ടുള്ളൊരു ചാനലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത്. അങ്ങനെയാണ് സംഭവിച്ചത്. ജാസ്മിൻ ജാഫറിൻ്റെ ഒരു സീസൺ കഴിഞ്ഞ പ്രാവശ്യത്തെ പകുതി വരെ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു. പിന്നീട് ഞാൻ അതോടുകൂടി നിർത്തി. പിന്നീട് ഇപ്പോഴാണ് ഇട്ടത്. ഇപ്പോൾ എന്തായാലും നമ്മൾ നോക്കിയിട്ട് യാതൊരു തരത്തിലുള്ള ഏഷ്യാനെറ്റിൻ്റെയോ ഇതിൻ്റെയോ ഒന്നും യാതൊരു തരത്തിലുള്ള ഇതും ഇല്ലാതെയാണ്, ലോഗോയും ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും ലാലേട്ടൻ അനുവിനെ വറക്കുന്നുണ്ട്, അതേപോലെ അനുവിനെ പൊരിക്കുന്നുണ്ട്, അനീഷിനെ വറക്കുന്നുണ്ട്. ബിന്നിയെ വഴറ്റുവാണോ എന്നറിയത്തില്ല. എന്തായാലും എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. PR-കളുടെ പ്രശ്നമാണ്. എന്തായാലും അടിപൊളി എപ്പിസോഡായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ലാലേട്ടൻ എന്താണ് പറയുന്നത്? PR-കൾ എല്ലാവരെയും നിർത്തേണ്ട. കാരണം ഒരുപാടൊക്കെ ആയിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാരെ, ഞാൻ പറഞ്ഞ എനിക്ക് എനിക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്. എനിക്ക് PR-നെ കൊടുത്തിട്ട് വരാൻ പറ്റില്ല. കാരണം ആ കാശുണ്ടെങ്കിൽ എനിക്കിവിടെ എൻ്റെ ലോൺ തീർത്തുവിടായോ, എൻ്റെ കടബാധകൾ തീർത്തുവിടായോ. അപ്പം എന്നെ പോലെയൊക്കെയുള്ള ഒരാളവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ഒന്നുമില്ല. നമ്മളെ ആരിത് ചെയ്യാനും, നമ്മളവിടെ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ട് വേണം, ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് വേണം നമ്മളെ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ നിർത്താൻ വേണ്ടി. അങ്ങനെ നിർത്തിയെങ്കിലും നമുക്കൊരു പേയ്മെൻറ്റോ കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഒരു ഫെയിമൊക്കെ കിട്ടിയാലും നമ്മളെ പുറത്ത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇനാഗുറേഷനോ കട ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചാൽ 10 കാശ് കിട്ടുമല്ലോ കഞ്ഞി കുടിക്കാൻ വേണ്ടി. അതൊക്കെ പ്രതീക്ഷയാണ് നമുക്കൊന്ന് ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതൊരു അത്യാഗ്രഹമാണ് എന്നുള്ളത് അറിയാം. എന്നാലും നമ്മുടെ പ്രൊഫഷൻ വെച്ചൊന്നും നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാലൊക്കെ ഭയങ്കര കടബാധകളും പ്രശ്നങ്ങളും, കൊച്ചിനെ പഠിപ്പിക്കണം, എല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഇതിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് സമാധാനമായിട്ട് പിന്നെ ജോലി ചെയ്ത് ജീവിക്കാമല്ലോ എന്ന് വിചാരിച്ചു. കടവങ്ങ് തീർത്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിക്കുന്ന എന്നെ പോലെയുള്ള കുറേ ആൾക്കാരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കാശുള്ളവരെന്തായാലും അതിനകത്ത് പോകേണ്ട കാര്യമില്ല. ഇന്ന് സാധ്യതകളുടെ മേഖലകൾ ഒരുപാട് കൂടുതലാണ്. അവരൊക്കെ അങ്ങനെ ചെയ്യട്ടെ. പാവപ്പെട്ട ആൾക്കാരെയൊക്കെ ബിഗ് ബോസിട്ട് കൊണ്ടുപോട്ടെ, സാധാരണക്കാരെ. ഓക്കെ ഗായ്സ്.